എനിക്ക് കർമ്മയിൽ വിശ്വാസമുണ്ട്. വിശ്വാസമൊക്കെ നല്ലതാണ്. പക്ഷേ ജീവിതത്തിൽ ഇങ്ങനെ ഊമ്പിത്തെളിഞ്ഞിരിക്കുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഓർത്ത് ആശ്വസിക്കാം എന്ന് പറയുന്ന മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന സിനിമയിലെ ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അത് നമ്മൾ റീലുകളിലാണെങ്കിലും ഒക്കെ ഭയങ്കര ഗംഭീരമായിട്ട് വർക്കായ ഒരു സംഭവമാണ്. സോ സിനിമയിൽ അല്ലെങ്കിൽ സിനിമയോട് ഒരുപാട് ഒബ്സസ്ഡ് ആയിട്ട് സിനിമയെ കാണുന്ന ആൾക്കാരാണോ? നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളൊരു സിനിമയാണ് മോളിവുഡ് ടൈംസ്. അല്ലാത്തവർക്കും പറഞ്ഞിട്ടുള്ളൊരു സിനിമ തന്നെയാണ്. പക്ഷേ കുറച്ചുകൂടെ കണക്റ്റ് ആവുന്നത് ഈ സിനിമയെ ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് കൊണ്ടു നടക്കുന്ന കുറേ മനുഷ്യരുണ്ടാവും, അവർക്കാണ്. ഇപ്പോൾ ചെറുപ്പത്തിൽ എപ്പോഴോ സിനിമയായിട്ട് ഭയങ്കര റിലേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ സിനിമയിൽ ഞാൻ ഇപ്പോൾ പോയി അങ്ങ് മലത്തിക്കളയും ഒലത്തിക്കളയും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ നടക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ റിയാലിറ്റിയിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്ന ഒരു സിനിമ എന്ന് പറയുന്ന ഒരു വേൾഡുമായിട്ട് ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും നമുക്ക്. അവിടെ കുറേ ഇത്തിൽക്കണ്ണികളുണ്ട്, കുറേ നല്ല മനുഷ്യരുണ്ട്. ഇതിൻ്റെയൊക്കെ ഇടയിൽ നമ്മളെ പൊളന്ന് തിന്നാൻ ജീവിക്കുന്ന കുറേ മനുഷ്യന്മാർ. സോ അത്തരത്തിലുള്ള കുറേ റിയാലിറ്റികളെ കണക്ട് ചെയ്ത്, കുറേ സംഭവങ്ങളെ കണക്ട് ചെയ്ത്, ഒരുപക്ഷെ നമുക്ക് തന്നെ തോന്നിപ്പോവും ഡയറക്ടറിൻ്റെ റിയൽ ലൈഫിൽ വല്ല നടന്ന സംഭവങ്ങളാണോന്ന്. ഇനി നടന്നതാണെങ്കിലും അത് ജെന്യുവനായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ് അതിനേക്കാൾ വലിയൊരു സത്യം. അത് ഈ സിനിമയിൽ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. സോ മോളിവുഡ് ടൈംസ് എന്ന് പറയുന്നത് മലയാള സിനിമയ്ക്കുള്ള ഒരു ഹേറ്റ് ലിറ്റർ തന്നെയാണ്. അപ്പോൾ സിനിമയുടെ ഡീറ്റെയിൽസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഡയറക്ടർ അഭിനവ് സുന്ദർ നായക്, മുകുന്ദനുണ്ണി അസോസിയേറ്റ്സിന് ശേഷം പുള്ളിക്കാരനെത്തുന്ന സിനിമ. ഇവിടെ റൈറ്ററായിട്ട് അഭിനവ് സുന്ദർ നായക് ആൻഡ് രാമു സുനിൽ. പുള്ളിക്കാരൻ എന്ന് പറയുന്നത് നമ്മുടെ രേഖാചിത്രത്തിൻ്റെയും കൂടെ രണ്ട് റൈറ്റേഴ്സിൽ ഒരാൾ കൂടിയാണ്. സോ ഇവർ രണ്ടുപേരും കൂടെ ചേരുമ്പോൾ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് നസ്ലൻ, സംഗീത് പ്രതാപ്, അതുപോലെ തന്നെ റംസാൻ, നമ്മുടെ അൽത്താഫ്, പ്രശാന്ത് അലക്സാണ്ടർ, അങ്ങനെ ഒരു വൻ താരനിര ഈ സിനിമയിൽ വരുന്നുണ്ട്. പിന്നെ ജഗദീഷ് ഏട്ടൻ ഒരു ചെറിയൊരു ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്, ഷറഫുദ്ദീൻ, സംഗീത് പ്രതാപ്, അങ്ങനെ തുടങ്ങി കുറേ പേര്. പിന്നെ ബേസിലിൻ്റെ ക്യാരക്ടർ ഞാൻ പറയും, കാരണം വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി എൻ്റെ പോസ്റ്റർ പുറത്ത് വന്നു കഴിഞ്ഞു. അപ്പം ഇനി നമ്മൾ അതിനെ ക്യാമിയോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബട്ട് അത് എങ്ങനെ വരുന്നു, ഏത് രീതിയിൽ വരുന്നു എന്നൊക്കെ ഉള്ളത് സിനിമയിൽ എക്സ്പീരിയൻസ് ചെയ്യുക. പിന്നെ അല്ലാതെ കുറച്ച് ക്യാമിയോസും കൂടെ വരുന്നുണ്ട്. സോ അത് അത്യാവശ്യം ചെറിയൊരു ഹൈ മൊമെൻറ്റ്സ് ഒക്കെ തരുന്നുണ്ട്. നല്ല പരിപാടിയാണ്. ഇനി സിനിമയിലെ സ്റ്റോറി ലൈനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ട്രെയിലർ കണ്ടിട്ടുള്ള ആൾക്കാർക്കെല്ലാം കറക്റ്റ് സ്റ്റോറി ലൈൻ എന്താണെന്നുള്ളൊരു ഐഡിയ ഉണ്ട്. ബട്ട് അതിനെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ സിനിമയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കാര്യം. തുടക്കം തൊട്ട് തന്നെ ഒരു കുട്ടിക്കാലത്ത് സിനിമ എന്ന് പറയുന്നൊരു സംഭവമായിട്ട് ഒരാൾ കണക്റ്റ് ആവുന്നു. ആ കണക്റ്റ് ആവുന്നത് അയാളുടെ ലൈഫിലെ ഓരോ മൊമെൻറ്റ്സിലും ഏതൊക്കെ തരത്തിലാണ് അയാളെ ബാധിക്കുന്നത്, അയാൾ അതിനെ എങ്ങനെയാണ് ഏറ്റെടുക്കുന്നത് എന്നൊക്കെ ഉള്ളത് ഭയങ്കര നൈസായിട്ട് ഈ സിനിമയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഓരോ മൊമെൻറ്റ്സും അല്ലെങ്കിൽ ഓരോ ഘട്ടങ്ങളിലൂടെയും അയാളുടെ ലൈഫിനെ എങ്ങനെ അത് മാറ്റിമറിക്കുന്നു, അയാൾ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു, ഇങ്ങനെയൊക്കെയുള്ള കുറേ പരിപാടികളുണ്ടല്ലോ. അതൊക്കെ റിയൽ ലൈഫുമായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. സോ അവിടെയാണ് പെർഫോമൻസ് വൈസ് നസ്ലിൻ തകർത്തെടുക്കിയിരിക്കുന്നത്. കാരണം വിനീത് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെ നസ്ലിൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് എടുക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റാണ് ഈ ക്യാരക്ടർ പെർഫോമൻസ്. അതിൻ്റെ ക്യാരക്ടർ ആർക്കും ഗംഭീരമായിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. നമ്മുടെ മുകുന്ദനുണ്ണിയിലെ പോലെ തന്നെ പുള്ളിക്കാരൻ ഒരു ഇന്നർ മോണോലോഗ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്. അതുപോലെ തന്നെ പുള്ളിയുടെ ആ ഒരു തോട്ട് പ്രോസസ്സ്, ഇന്നർ വോയിസ്, ഇതിൻ്റെയൊക്കെ സംസാരവും അതിനെ കൊണ്ടുപോകുന്ന രീതിയും അയാൾ അതിനെ എങ്ങനെ പ്രാവർത്തികമാക്കുന്നു എന്നൊക്കെ ഉള്ളതും ഭയങ്കര നൈസായിട്ട് നസ്ലിൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇമോഷൻ്റെ കുറച്ച് പോർഷൻസ് ഒക്കെ ഉണ്ട്, അത് ഭയങ്കര അടിപൊളിയായിട്ടാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. ഒരു മെച്ചോർഡ് ആക്ടർ എന്നുള്ള രീതിയിലൊക്കെ എത്താൻ പറ്റുന്ന തരത്തിലേക്ക് നസ്ലിൻ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം. പുള്ളി അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, ഇതിനകത്തൊന്നും പറയില്ല. കാരണം അത്രയും ജെന്യൂൻ ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു അതിനകത്ത് നമുക്ക് കാണാൻ പറ്റിയത്. സോ നസ്ലിന് വേണ്ടിയിട്ട് തന്നെ എഴുതിയൊരു ക്യാരക്ടറാണെങ്കിൽ അത് നസ്ലിൻ പറഞ്ഞു വെച്ചതിനേക്കാൾ കുറച്ചുകൂടെ ഒരുപടി മുമ്പോട്ട് കയറി ചെയ്തു എന്നുള്ളത് വേണം പറയാൻ. അത്രയ്ക്ക് മനോഹരമായിട്ട് പുള്ളി ആ ക്യാരക്ടറിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നാളെ ഒരു സമയത്ത് മലയാള സിനിമയിൽ ആക്ടേഴ്സ് ആരൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നസ്ലിൻ്റെ പേര് എന്തായാലും ആ കൂട്ടത്തിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം അത്രയ്ക്ക് കിട്ടിലുമായിട്ട് പുള്ളി അതിനെ പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഓരോ ഘട്ടങ്ങളിലും പുള്ളിയുടെ ക്യാരക്ടറിനുണ്ടാകുന്ന ചേഞ്ച് ആണെങ്കിലും, പുള്ളിയുടെ ആറ്റിറ്റ്യൂഡിലുണ്ടാകുന്ന മാനറിസങ്ങളിലുണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെ ആണെങ്കിലും, വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിൽ പോലും പുള്ളി അത് വൃത്തിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടെന്നുള്ളത് പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ കൂടെ എത്തുന്നത് റംസാൻ ഉണ്ട്, അൽത്താഫ് ഉണ്ട്. ഇവരൊക്കെ അവരവരുടെ ക്യാരക്ടേഴ്സിൻ്റെ പോർഷൻസ് വൃത്തിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ സംഗീത് പ്രതാപ് ഇതിനകത്ത് മെയിൻ ഒരു ക്യാരക്ടറാണ്. പുള്ളി അത് അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗൗരി. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷറഫുദ്ദീൻ്റെ ക്യാരക്ടർ ഒരു എൻട്രി തന്നെ ഭയങ്കര നൈസായിരുന്നു. അതുപോലെ തന്നെ ക്യാരക്ടറിൻ്റെ ആ ഒരു ആർക്കും ഭയങ്കര വൈബായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒന്ന് രണ്ട് ക്യാമിയോസ് ഒക്കെ ഉണ്ട്. പിന്നെ ബേസിലിൻ്റെ ക്യാരക്ടർ അതെന്താണെന്നുള്ള സിനിമയിൽ കണ്ടതിന് എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. ഒരു രക്ഷയില്ലാത്തൊരു പരിപാടി കേട്ടോ. കാരണം ജെയ്ക്സ് ബിജോയ് ഈ സിനിമയുടെ പൾസ് എന്താണ്, ഓഡിയൻസിന് അതെങ്ങനെ വർക്ക് ആവുന്നുണ്ടെന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് അറിഞ്ഞു വെച്ച് ചെയ്ത പോലെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അത്രയ്ക്ക് ഈ സിനിമയായിട്ട് ഇഴുകി ചേർന്ന രീതിയിൽ ആ മ്യൂസിക്കിൻ്റെ വർക്ക്സ് പൊള്ളിയായിട്ട് വർക്കായിട്ടുണ്ട്. അത് നമുക്ക് ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഫ്ലോയ്ക്ക് അനുസരിച്ച് ആ മ്യൂസിക്കിൻ്റെ പോക്ക് നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. സോ അത് അടിപൊളിയായിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. പിന്നെ എഡിറ്റിങ് അഭിനവ് സുന്ദർ നായിക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ എഡിറ്റിംഗ് ഒരു രക്ഷയില്ലട്ടാ, പുള്ളി വർക്കാണ്. അതിനെ ചെയ്തു വെക്കാവുന്ന എല്ലാ വൃത്തിയുള്ള രീതിയിലും പുള്ളി അത് കൃത്യമായിട്ട് ഈ 100 മീറ്റർ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ആ രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്.
ഭയങ്കര നൈസായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ ടെംപ്ലേറ്റ്സിലുള്ള കുറേ സാധനങ്ങൾ ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇന്നർ മോണോലോഗ് എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ഇന്നർ വോയിസ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ ഇതിനകത്തും യൂസ് ചെയ്തിട്ടുണ്ട്. എഡിറ്റിംഗ് പാറ്റേണിലുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിലും കാണുമ്പോൾ നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ജെനുവിനിറ്റി നമുക്ക് കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ട്. പിന്നെ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് പ്യുവർലി നമ്മളുമായിട്ട് ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്നൊരു സാധനമാണ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് അത് ത്രൂ ഔട്ട് വേറൊരു ട്രാക്കിലേക്കും പോകുന്നുണ്ട്. ആ ട്രാക്കിലേക്ക് പോകുന്നിടത്താണ് ശരിക്കും റിയാലിറ്റി എന്തെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നത്. ഇപ്പോൾ സിനിമയുടെ പിന്നാലെ ഇറങ്ങി തിരിച്ച് നിങ്ങൾ ഒരാൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഫേസ് ചെയ്യേണ്ടി വരാവുന്ന എല്ലാ കാര്യങ്ങളെയും സിനിമ കൃത്യമായിട്ട് പോർട്രേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ കുറച്ച് ഇത്തൽ കണ്ണികൾ, നമ്മളെ പൊളന്ന് തന്നെ ജീവിച്ച് നടക്കാൻ വേണ്ട കുറേ ഊമ്പിത്തൊലിയന്മാർ, ഇങ്ങനെ കുറേ അമ്മമാർ, പിന്നെ അതുപോലെ തന്നെ നമ്മളെ വലിപ്പിക്കാൻ വേണ്ടി ജീവിക്കുന്ന കുറേ എണ്ണം, ഇങ്ങനെയൊക്കെയുള്ള കൃത്യ ആൾക്കാരെ സിനിമയ്ക്കകത്ത് പോർട്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതിനകത്തൊരു ക്യാരക്ടർ ഇടയ്ക്ക് പറയുന്നുണ്ട്, എനിക്ക് ഒരുത്തനെയും വിശ്വാസമില്ല, എന്തിന് സെറോക്സ് എടുക്കുന്ന ഷോപ്പിലെ ചേട്ടനെ പോലും എനിക്ക് വിശ്വാസമില്ല. സോ ഞാൻ എന്ത് ചിന്തിക്കുന്നോ അത് തന്നെ മതി എന്നുള്ള ഒരു കൃത്യമുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ. ആ സ്റ്റേറ്റ്മെൻറ്റൊക്കെ പൊളിയായിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം അത്രയ്ക്ക് കൊലംകുത്തികളാണ് ചുറ്റുമുള്ളത് എന്നുള്ളത് ആ കറക്റ്റായിട്ട് പോർട്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇത് മലയാള സിനിമയ്ക്ക് ഒരു ലവ് ലെറ്റർ അല്ല, ഇതൊരു ഹെയ്റ്റ് ലെറ്ററാണ്. കാരണം ഇങ്ങനെയുള്ള കുറേ ഇത്തൽ കണ്ണികളെ കൃത്യമായിട്ട് ഇവിടെ പ്ലേസ് ചെയ്യുന്നുണ്ട്. കൂടെ നിന്നിട്ട് കാല് വാരുന്ന കുറേ എണ്ണം, അതുപോലെ തന്നെ കുനിഞ്ഞ് നിന്നാൽ പുട്ടിക്കടിച്ചുകൊണ്ട് പോകണ കുറേ എണ്ണം, തിരിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ തല വെട്ടിക്കൊണ്ട് പോകണ കുറേ എണ്ണം, കൈ ഇരിക്കുന്ന മുതലിനെ വേറൊരുത്തിന് സുഗമമായിട്ട് വിറ്റിട്ട് ഞാനൊന്നും പറഞ്ഞില്ലേ രമനാരായണ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറേ ടീമുകൾ, ഇങ്ങനെയൊക്കെയുള്ള കുറേ തൊലിയാർമണിയന്മാർ ഈ പടത്തിൽ വലിച്ചു കീറി തേച്ചൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. കാശ് കണ്ടു കഴിഞ്ഞാൽ കമന്ന് വീഴുന്ന കുറേ ചെറ്റകൾ, ഇങ്ങനെയൊക്കെ ഉള്ളവരെ ഏതൊക്കെ രീതിയിൽ പോർട്രേറ്റ് ചെയ്യാമോ അതല്ല. പിന്നെ അതുപോലെ തന്നെ തിയേറ്ററിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ എടുത്ത് വെച്ച് ഞോണ്ടി ബാക്കിയുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്നവന്മാർക്ക് വരെ ഇതിനകത്ത് പണി വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെ ഓരോ ചില ആൾക്കാർക്ക് നമ്മളോട് തോന്നുന്നൊരു അറ്റാച്ച്മെൻറ്റ് അതെന്തിനായിരുന്നു, എങ്ങനെയായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ സിനിമ ഇങ്ങനെ കൊണ്ടുപോവാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ സിനിമയുടെ പിന്നാലെ ഇറങ്ങി തിരിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു കഥ എഴുതി ആ കഥ എഴുതിയിട്ട് സിനിമയാക്കണമെന്ന് വിചാരിച്ച് അതിൻ്റെ പിന്നാലെ തേരാ പാല അലഞ്ഞ് എങ്ങനെയെങ്കിലും ഒരു ഡേറ്റ് ഒപ്പിച്ച് അവിടെ ചെന്ന് കൈയും കാലും പിടിച്ച് എങ്ങനെയെങ്കിലും ഒരു 10-15 മിനിറ്റ് ഒപ്പിച്ച് ഈ സ്റ്റോറി ഒന്ന് പറഞ്ഞ് എല്ലാം പറഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒത്തില്ല, വിട്ടോ മോനെ നമുക്ക് വേറൊരു സ്റ്റോറി എടുക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ പോയി കഴിഞ്ഞ് 1 വർഷം കഴിയുമ്പോഴത്തേക്ക് അവൻ പറഞ്ഞ അതേ കഥ സിനിമയായിട്ട് വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഇതൊക്കെ നമ്മളെ ഇൻഡസ്ട്രിയിൽ സംഭവിച്ചിട്ടുള്ളതാണ്. സോ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾക്ക് ഈ സിനിമ കറക്റ്റായിട്ട് നല്ലൊരു സ്പേസ് ഒരുക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് ഓഡിയൻസിൻ്റെ ഉള്ളിലേക്ക് പ്ലേസ് ചെയ്യാൻ ഡയറക്ടറിന് സാധിച്ചിട്ടുണ്ട്, ആക്ടേഴ്സിന് സാധിച്ചിട്ടുണ്ട്. സോ അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ പ്യുവർലി ഹേറ്റ് ലെറ്റർ എന്ന് പറയുന്നത് ജെനുവിൻ വേർഡാണ് കേട്ടോ. ആ രീതിയിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും ലാസ്റ്റ് നെസ്ലിൻ്റെ കുറച്ച് ഡയലോഗ്സ് ഉണ്ട് മൈക്ക് എടുത്ത് വെച്ചിട്ട്, എൻ്റെ മോനെ ഞാൻ തിയേറ്ററിൽ നിന്ന് കൈയടിച്ചു. എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഇങ്ങനെ കുറേ തൊലിയാർ മണിയന്മാർ ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് വെക്കുക എന്ന് പറയത്തില്ലേ, അതൊക്കെ ഭയങ്കര പൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ഒരു റിയാലിറ്റി തിരിച്ചറിയുന്നൊരു സിറ്റുവേഷനിലുള്ളൊരു ഇമോഷണൽ പോർഷൻസൊക്കെ പൊളിച്ചടിക്ക് നെസ്ലൻ. സോ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നെസ്ലൻ്റെ ഒരു 1 മാൻ ഷോയാണ് ഈ പടം. അത് മച്ചാൻ പൊളിച്ചടുക്കി വെച്ചിട്ടുണ്ട്. ഒന്നും പറയാനില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയെക്കുറിച്ച് ഇനിയും പറഞ്ഞാൽ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം അത് കുറേ പോയിൻറ്റ്സ് നമുക്കുണ്ട്. അതുപോലെ തന്നെ സിനിമയുടെ ഒരു മെത്തേഡ് ഉണ്ടല്ലോ, ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് പ്ലേസ് ചെയ്തിരിക്കുന്ന രീതി, അത് ഓഡിയൻസിന് പെട്ടെന്ന് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവുന്ന രീതിയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഒരു ഫാസ്റ്റ് പേസ് പിടിച്ച് അതിനകത്ത് എങ്ങനെയൊക്കെയാണ് നമ്മളെ കണക്ട് ചെയ്യിപ്പിക്കാനുള്ള ഈസി മൊമെൻറ്റ്സ്, ഹൈ മൊമെൻറ്റ്സ്, ഡാർക്ക് ഹ്യൂമറിൻ്റെ യൂസിങ്, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഭയങ്കര നീറ്റായിട്ടാണ് ചെയ്ത് ഓവറാക്കി ചളവാക്കിയിട്ടില്ല. അതുപോലെ തന്നെ കോമഡികളാണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളിനെയൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്ന രീതികൾ, ഡാർക്ക് ഹ്യൂമറൊക്കെ ഭയങ്കര നൈസായിട്ടാണ് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ത്രൂ ഔട്ട് എന്നെ സംബന്ധിച്ച് ഞാൻ നല്ല രീതിയിൽ എൻഗേജ്ഡ് ആയിട്ടിരുന്ന് കണ്ട, നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്തുകൊണ്ടൊരു കിടിലം പടം തന്നെയാണ് മോളിവുഡ് ടൈംസ്. ഒന്നും പറയാനില്ലെന്നാണ് പേഴ്സണലി എൻ്റെ ഒപ്പീനിയൻ. സോ അപ്പോൾ അഭിപ്രായങ്ങൾ വ്യക്തിപരം, സിനിമ തിയേറ്ററിൽ തന്നെ കണ്ടു വിലയിരുത്തുക. ഇൻഷാ മാലു ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 4/5 ആണ്. അപ്പോൾ സിനിമ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം, ഇഷ്ടപ്പെടാത്തവർക്കും കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണ്, വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഹൈപ്പും കൂടെ തന്നൊരു ചെറിയ സപ്പോർട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വലിയ ഉപകാരം. ഇല്ലെങ്കിൽ കർമ്മയിൽ വിശ്വസിച്ച് ഞാനിങ്ങനെ മുമ്പിത്തൊരിഞ്ഞിരുന്നു പോകും. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. പുതിയ വീഡിയോസ് റോസ്റ്റിംഗ് കഴിഞ്ഞ് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും